വെൽക്കം. റഹ്മാനാണ്. ആന്റിബയോട്ടിക്സ് വീഡിയോ സീരീസിൽ നമ്മൾ പെനിസിലിൻസിനെ കുറിച്ചിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പെനിസിലിൻസിനെ ക്ലാസിഫൈ ചെയ്തു ആൻഡ് പെനിസിലിൻ ജിയുടെ ഫാർമക്കോളജി നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ നമുക്ക് ബാക്കിയുള്ള പെനിസിലിൻസിനെ എല്ലാം കുറിച്ച് നമുക്ക് ഈ വീഡിയോയിൽ പറയണം. സോ വി ആർ ടോക്കിംഗ് അബൌട്ട് സെമി സിന്തറ്റിക് പെനിസിലിൻസ്. അപ്പോൾ അമോക്സിലിൻ വരും, ആംബിസിലിൻ വരും, കാർബനിസിലിൻസ് വരും, പിപ്രാസിലിൻ, അങ്ങനെയൊക്കെയുള്ള എല്ലാ മരുന്നുകളും, ടിക്കാർസിലിൻ, അതിനെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ സംസാരിക്കുക. അപ്പോൾ നമുക്ക് ആദ്യം പെനിസിലിനേസ് റെസിസ്റ്റന്റ് പെനിസിലിൻസ് ആണ് നമ്മൾ ആദ്യം കൊണ്ടുവന്നത്. സോ അത് കൊണ്ടുവരാൻ കാരണം എന്തായിരുന്നു? അത് കൊണ്ടുവരാൻ കാരണം സ്റ്റെഫൈലോകോക്കൈ സ്പീഷീസ് പെനിസിലിനേസ് എന്ന് പറയുന്ന ഒരു എൻസൈം. പെനിസിലിനേസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇവിടെ ഇത് പെനിസിലിൻ റിംഗ് ആണെങ്കിൽ ഇവിടെയുള്ള ഈ സൈഡ് ചെയിനിലാണ് ഇത് കണ്ടിക്കുക. അതിനെ കണ്ടിച്ചിട്ട് ഇവയെ നശിപ്പിക്കുന്നു. സോ അത് തടയാനായിട്ട് നമ്മൾ കൊണ്ടുവന്നതാണ് ഫ്ലൂക്ലോസാസിലിൻസ്. എല്ലാം സാസിലിൻസ് ആണ്. ദെൻ ഡൈക്ലോസാസിലിൻസ് വന്നു, ഓക്സാസിലിൻ ഉണ്ട്, ദെൻ പിന്നെ നാഫിസിലിൻ വന്നു, മെത്തിസിലിൻ വളരെ ഫേമസ് ആണ്, മെത്തിസിലിൻ എന്ന് പറയുന്നത്. സോ ഇത് രണ്ടും നമുക്ക് ഇഞ്ചക്ഷൻ ആയിട്ട് കൊടുക്കേണ്ടി വരും. ബാക്കിയെല്ലാം നമുക്ക് ഓറലാണ്. ദാറ്റ് മീൻസ് ദീസ് ആർ ഗ്യാസ്ട്രിക് ആസിഡ് റെസിസ്റ്റന്റ് കൂടിയാണ് പെനിസിലിൻ വി ഒക്കെ പോലെ. ആൻഡ് ഇവിടെ ഉപയോഗം ഇപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം. ഇൻഫെക്ഷൻസ് പ്രൊഡ്യൂസ് ബൈ പെനിസിലിനേസ് പ്രൊഡ്യൂസിങ് സ്റ്റെഫൈലോകോക്കൈ. അതിനെതിരായിട്ടാണ് നമ്മൾ ഇതിന് കൊണ്ടുവന്നത്. ആൻഡ് ഈ മരുന്നുകൾ ഇപ്പോൾ ബാക്ടീരിയകൾ, ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയകൾ ഉണ്ടാക്കുന്ന ബീറ്റാ ലാക്ടമേസിനോട് റെസിസ്റ്റന്റ് ആണോ എന്ന് വെച്ചാൽ അല്ല. നോട്ട് ബീറ്റാ ലാക്ടമേസ് റെസിസ്റ്റന്റ് അല്ല എന്നുകൂടി നമ്മൾക്കൊന്ന് ഓർത്ത് വെച്ചേക്കുക. ആൻഡ് സ്റ്റെഫലോകോക്കസ് ഓറിയസിനെ കൊല്ലാനായിട്ട് നമ്മൾ കൊണ്ടുവന്ന ഏറ്റവും തകർപ്പൻ മരുന്നായിരുന്നു മെത്തിസിലിൻ. എന്ത് പറ്റി? ഇപ്പൊ മെത്തിസിലിൻ റെസിസ്റ്റന്റ് സ്റ്റെഫലോകോക്കസ് ഓറിയസ് വന്നു. MRSA ഫേമസ് ആണ്. സോ അതിനെതിരെ നമ്മൾ വാങ്കോമൈസിനൊക്കെ നമ്മൾ ഉപയോഗിക്കാൻ പറ്റുള്ളൂ നമുക്ക് പറയാം. ആൻഡ് മെത്തിസിലിൻ മറ്റേയും കാരണത്താൽ ഉപയോഗിക്കുന്നില്ല, ബിക്കോസ് ഇറ്റ് ക്യാൻ പ്രൊഡ്യൂസ് ഇൻഡസ്ട്രീഷ്യൽ നെഫ്രൈറ്റിസ് ഉണ്ടാക്കുന്നതുകൊണ്ട് ഇത് ഉപയോഗിക്കുന്നില്ല. ദെൻ ഹെമറ്റൂറിയ എന്ന് പറയുന്ന പ്രശ്നം ഉണ്ടാക്കും, ആൽബുമിനൂറിയ. സോ ഇങ്ങനെയുള്ള പ്രശ്നം. സോ ദീസ് ഓൾ ആർ റിലേറ്റഡ് ടു കിഡ്നിയായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ആൻഡ് ഓക്സാസിലിൻ, ഫ്ലൂക്ലോക്സാസിലിൻ ആൻഡ് ദിസ് ഫ്ലൂക്ലോക്സാസിലിന്റെ വേറെ പേരാണ് ഫ്ലോക്സാസിലിൻ. ഇതൊന്നും ഇന്ത്യയിൽ ലഭ്യമല്ല. ദെൻ നാഫിസിലിൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു, കുത്തിവയ്പ്പ് മാത്രമായിട്ടാണ് ഉപയോഗിക്കുന്നത്, ആസിഡ് റെസിസ്റ്റന്റ് അല്ല എന്ന് പറഞ്ഞു. ഓക്സാസിലിന്റെ കുഴപ്പം, ഇറ്റ് ക്യാൻ കോസ് ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാക്കാം. ഹെപ്പറ്റൈറ്റിസ് ആണ് ഇതിന്റെ ഒരു പ്രശ്നം. ക്ലോക്സാസിലിൻ ഉണ്ടാക്കാവുന്ന പ്രശ്നം, ക്ലോക്സാസിലിൻ ഞാനിവിടെ എഴുതിയിട്ടില്ലെന്ന് തോന്നുന്നു. സോ ക്ലോക്സാസിലിൻ ഉണ്ടാക്കാവുന്ന ഒരു പ്രശ്നം അത് കൊയാഗുലേഷൻ അബ്നോർമാലിറ്റിയാണ്. എന്ന് വെച്ചാൽ ബ്ലീഡിംഗ് പ്രശ്നങ്ങളൊക്കെ കൂടുതലാക്കാം. നാഫിസിലിൻ ഉപയോഗിക്കാത്തതിന് കാരണം ന്യൂട്രോപീനിയ ഉണ്ടാക്കാം, ന്യൂട്രോപീനിയ പോലെയുള്ള പ്രശ്നം. ആൻഡ് ഈ ഗ്രൂപ്പ് ബേസിക്കലി ഓൺലി ഫോർ സ്റ്റെഫലോകോക്കസ് ഓറിയസിന് വിച്ച് ആർ നോട്ട് റെസിസ്റ്റന്റ് ടു മെത്തിസിലിൻ. അതിനു വേണ്ടി മാത്രമാണ് ഈ മരുന്നുകൾ ഇപ്പോൾ ഉപയോഗിക്കുക. സോ ഓൺലി ഫോർ സ്റ്റെഫലോകോക്കൈ ഓറിയെ. ബാക്കിയുള്ള പെനിസിലിൻസിന്റെ സ്പെക്ട്രംസ് ഒക്കെ ഉണ്ട്, അതും ഉണ്ട്. പെനിസിലിൻ ജിയുടെ സ്പെക്ട്രം ഇതിനുണ്ട്. ഇനിയുള്ള എല്ലാ പെനിസിലിനെയും ചേർത്തിട്ട് നമ്മൾ വിളിക്കുന്നതാണ് എക്സ്റ്റെൻഡഡ് സ്പെക്ട്രം പെനിസിലിൻസ്, ഓർ നമ്മൾ ESPs എന്നാണ് നമ്മൾ വിളിക്കുക. എക്സ്റ്റെൻഡഡ് സ്പെക്ട്രം പെനിസിലിൻസ്. എന്താ ഇവിടെ പ്രത്യേകത എന്ന് വെച്ചാൽ അഡീഷണൽ ആയിട്ട് ഇവയ്ക്ക് കുറച്ച് ഗ്രാം നെഗറ്റീവിന്റെ ആക്ഷൻ കൂടിയുണ്ട്. ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയക്കെതിരെ കൂടി പ്രവർത്തനമുണ്ട്. പ്ലസ് പെനിസിലിൻ ജിയുടെ എല്ലാ ഗ്രാം പോസിറ്റീവ് ആ ആക്ഷൻസും മിക്കവാറും നിലനിർത്തുന്നത് വിത്ത് ഇൻഡിവിജ്വൽ വേരിയേഷൻസ്. ഓരോ മരുന്നുകൾക്കും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. ആൻഡ് ഇവയിൽ ആദ്യത്തെ ഗ്രൂപ്പ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് അമിനോപെനിസിലിൻസ്. സോ അമിനോപെനിസിലിൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞ ഗ്യാസ്ട്രിക് റെസിസ്റ്റന്റ് ആണ്. അപ്പൊ അവിടെയും നമുക്ക് എഴുതാം. സോ ദീസ് ആർ ഗ്യാസ്ട്രിക് റെസിസ്റ്റന്റ് പെനിസിലിൻ കൂടിയാണ്. വായിലൂടെ ഗുളികയായിട്ട് നമുക്ക് കഴിക്കാവുന്ന മരുന്നാണ്. ഏറ്റവും പ്രധാനപ്പെട്ട മരുന്ന് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ ഈസ് ആംപിസിലിൻ ആണ്. ആംപിസിലിൻ ആണ് ഒരെണ്ണം. രണ്ടാമത്തത് അമോക്സിസിലിൻ ആണ്. അമോക്സിസിലിൻ ആൻഡ് ആംബിസിലിൻ കേൾക്കാത്ത ആൾക്കാർ കുറവായിരിക്കും. ആൻഡ് അഡീഷണൽ ആയിട്ട് ആംബിസിലിൻ അല്ലാത്ത ആംബിസിലിൻ പ്രോ ഡ്രഗ്സ് കൂടിയുണ്ട്. ആംബിസിലിൻ ആയിട്ട് ശരീരത്തിൽ വെച്ച് മാറുന്നു. ബെക്കാംബിസിലിൻ പോലെയുള്ള ബെക്കാംബി ഉണ്ട്. ദെൻ പിവാംബി ഉണ്ട്, ടാലാംബി. ഇതെല്ലാം ആംബിസിലിൻ പ്രോ ഡ്രഗ്സ് ആണ്. അമോക്സിലിൻ അങ്ങനെ പ്രത്യേകിച്ച് പ്രോ ഡ്രഗ്സ് ഒന്നും ഇല്ല. സോ നമുക്ക് ആദ്യം ആംബിസിലിൻ ആൻഡ് അമോക്സിലിനെ നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. ആംബിസിലിനായാലും അമോക്സിലിനായാലും രണ്ടും നമുക്ക് ഓറൽ കൊടുക്കാം. സോ ഫസ്റ്റ് പോയിന്റ് നമുക്ക് പറയുന്നത് രണ്ടും ഓറലി രണ്ടും കൊടുക്കാം. പക്ഷെ ബെറ്റർ ബയോ അവൈലബിലിറ്റി ആർക്കാണ് എന്ന് ചോദിച്ചാൽ അത് നമുക്ക് അതിന്റെ അവാർഡ് അമോക്സിസിലിന് കൊടുക്കാം. സോ അവാർഡ് ഗോസ് ടു അമോക്സിസിലിനാണ്. അമോക്സിലിൻ 3 നേരം കൊടുത്താൽ മതി. ആംബിസിലിൻ പക്ഷേ 4 നേരം കൊടുക്കണം. ആംബിസിലിൻ നമ്മൾ വെറും വയറ്റിലാണ് കൊടുക്കേണ്ടത്, ഭക്ഷണത്തോടൊപ്പം കൊടുക്കും. ആൻഡ് ആംബിസിലിൻ അണ്ടർഗോസ്, ഇതിന്റെ കൂടെ തന്നെ നമുക്ക് പറയാം, അണ്ടർഗോസ് എൻറ്ററോ ഹെപ്പാറ്റിക് റീസൈക്ലിംഗ് അണ്ടർഗോ ചെയ്യും. അപ്പൊ അതുകൊണ്ട് എന്താണ്, അതിങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കും അല്ലെ. അത് ഇൻഡസ്റ്റൈനിലേക്ക് വീണ്ടും ബയലിൽ നിന്ന് റിലീസ് ചെയ്യും, അത് തിരിച്ചെടുക്കും, വീണ്ടും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇൻഡസ്റ്റൈനൽ ഫ്ലോറ, GI
ഫ്ലോറയിലുള്ള ബാക്ടീരിയാസ്, നമുക്ക് ആവശ്യമുള്ള ഗുണകരമായിട്ടുള്ള ബാക്ടീരിയാസ് ഒക്കെ നശിക്കും. ഡയറിയ അങ്ങനെയൊക്കെയുള്ള ഉണ്ടാക്കാനായിട്ട്. സോ സ്യൂഡോ മെംബ്രേനിയസ് കൊളൈറ്റിസ് ബിക്കോസ് ഓഫ് ക്ലോസ്ട്രിഡിയം ഡിഫിഷ്യൽ ഒക്കെ മൂലമുള്ള സ്യൂഡോ മെംബ്രേനിയസ് കൊളൈറ്റിസ് പോലെയുള്ളവയൊക്കെ വരാൻ ചാൻസ് ആംബിസിലിന് കൂടുതലാണ്. മാത്രമല്ല ആംബിസിലിൻ ക്യാൻ കോസ് ഡയറിയ കൂടുതലായിട്ട് ഉണ്ടാക്കാം. അമോക്സിലിൻ അങ്ങനെയുള്ള പ്രശ്നം കുറവാണ്. സോ അമോക്സിലിൻ ഇൻഡസ്റ്റൈനൽ ഫ്രണ്ട്ലി ആണ്. ബയോ അവൈലബിലിറ്റി കൂടുതലാണ്, ഇൻഡസ്റ്റൈനൽ ഫ്രണ്ട്ലി ആണ്. ഫുഡിനൊപ്പവും അല്ലാതെയും ഒക്കെ കൊടുക്കാം. ആംബിസിലിൻ സാധാരണ വെറും വയറ്റിലായിരിക്കും 4 വരെ കൊടുത്തിട്ടുണ്ട്. സോ ഇതാണ് അഡ്മിനിസ്ട്രേറ്റീവ് പാർട്ടിലെ പ്രധാനപ്പെട്ട അമോക്സിലിന്റെ ഒരു മെച്ചം. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ആംബിസിലിന്റെ പ്രോ ഡ്രഗ്സ് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ കുറേയധികം ലഘൂകരിച്ചിട്ടുണ്ട്. ബെക്കാംബിസിലിൻ, പ്യുവാംബിസിലിൻ, ടെലാംബിസിലിൻ പോലെയുള്ള കൊടുത്ത് പ്രശ്നങ്ങൾ കുറേ നമ്മൾ കുറച്ചു. ഇനി ഇവിടെ സ്പെക്ട്രംസ് തമ്മിൽ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ആംബിസിലിനും അമോക്സിലിനും നോക്കിക്കഴിഞ്ഞാൽ ആംബിസിലിൻ പെൻസിലിൻ ജിയേക്കാൾ, നമ്മൾ പെൻസിലിൻ ജി ആയിട്ടൊന്ന് കമ്പയർ ചെയ്യാണ്. പെൻസിലിൻ ജി ആണല്ലോ സ്റ്റാൻഡേർഡ് പെൻസിലിൻ. അതിനേക്കാൾ സ്ട്രെപ്റ്റോകോക്കസ് വിരിഡൻസിനെതിരെ, ദെൻ എൻറ്ററോകോക്കൈക്കെതിരെ, എൻട്രോകോക്കൈ എന്ന് എഴുതാം, ഫീക്കാലിസ് എന്നും കൂടി എഴുതാം, എൻട്രോകോക്കൈ ഫീക്കാലിസ് ആൻഡ് ലിസ്റ്റീരിയ, ഇവയ്ക്കെതിരായിട്ട് നല്ല കൂടുതൽ ആക്ഷൻസ് ഉണ്ട്. ആർക്ക്? ആംബിസിലിൻ. ആൻഡ് കോക്കൈ മാത്രമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ന്യൂമോകോക്കൈ, ഗോണോകോക്കൈ, മെനിഞ്ചോകോക്കൈ ഇവയ്ക്കെതിരെയും ആക്ഷൻസ് ഉണ്ട്. ആൻഡ് ഗ്രാം പോസിറ്റീവ് കോക്കൈ, മറ്റ് ഗ്രാം പോസിറ്റീവ് കോക്കൈ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആക്ഷൻസ് കുറവാണ് പെനിസിലിൻ ജിയേക്കാൾ. ഗ്രാം നെഗറ്റീവിനെതിരെ ആക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഗ്രാം നെഗറ്റീവ് ബാസില്ലൈസ് ലൈക്ക് എച്ച് ഇൻഫ്ലുവൻസ, അതിനെതിരെ ആക്ഷൻ ഉണ്ട്. ഈ കോളൈക്കെതിരെ ആക്ഷൻ ഉണ്ട്. സാൽമോണല്ലക്കെതിരെ ആക്ഷൻ ഉണ്ട്. ഷിജല്ലക്കെതിരെ ആക്ഷൻ ഉണ്ട്. എച്ച് പൈലോറിക്കെതിരെയും ആക്ഷൻ ഉണ്ട്. സോ ഇതിനൊക്കെതിരെ ആക്ഷൻ ആർക്കുണ്ട്? ആംബിസിലിൻ ഉണ്ട്. അപ്പൊ നമ്മൾ അമോക്സിലിൻ നോക്കിക്കഴിഞ്ഞാൽ അമോക്സിലിൻ സെയിം പെൻസിലിൻ ജിയുടെ സ്പെക്ട്രം പ്ലസ്. ഇതിന് കൂടുതൽ ആക്ഷൻ ഉള്ളത് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയക്കെതിരെയാണ്. അതിനെതിരെ കൂടുതൽ ഫലമുള്ളത് അമോക്സിസിലിനാണ്. സോ ദിസ് ദ ഡ്രഗ് ഓഫ് ചോയ്സ് ഫോർ ദാറ്റ് കണ്ടീഷൻ. സോ അതുകൊണ്ട് ഈ ആന്റി ഇൻഫെക്ഷൻസ് എല്ലാം തന്നെ, ഉദാഹരണത്തിന് ഓട്ടൈറ്റിസ് മീഡിയ ആയാലും, ഫാരിഞ്ചൈറ്റിസ് ആയാലും, ടോൺസിലൈറ്റിസ് ആയാലും, ബ്രോങ്കൈറ്റിസ് ആയാലും, സോ അവിടെ എല്ലാം നമ്മൾ ഡ്രഗ് ഓഫ് ചോയ്സ് ആയിട്ട് ഉപയോഗിക്കുന്നത് അമോക്സിസിലിൻ ആണ്, ആംബിസിലിൻ അല്ല. സോ ബിക്കോസ് ഇറ്റ് ഹാസ് മോർ എഫക്റ്റീവ്നെസ്. പക്ഷെ നമ്മളിവിടെ പറഞ്ഞ ഷിജല്ലക്കെതിരെ ഇതിനൊട്ടും ആക്ഷൻ ഇല്ല, അല്ലെങ്കിൽ കുറവാണ്. പക്ഷെ എച്ച് പൈലോറിയുടെ കേസ് വരുമ്പോഴത്തേക്കും നമ്മൾ അമോക്സിസിലിനാണ് പ്രിഫർ ചെയ്യുക. അമോക്സിസിലിന് നല്ല എഫക്റ്റ് ഉണ്ട്, അതുകൊണ്ട് കൂടുതലായിട്ട് നമ്മൾ പ്രിഫർ ചെയ്യുക അമോക്സിസിലിനാണ്. അപ്പൊ ഇനി നമുക്ക് യൂസസ് ഓഫ് അമിനോപെൻസിലിൻസിന്റെ യൂസസ് പറയുകയാണെങ്കിൽ, ബിക്കോസ് ഇറ്റ്സ് എ ബിഗ് ടേം വൈഡായിട്ട് ഉപയോഗിക്കുന്ന മരുന്നാണ്, അപ്പോൾ അതിന്റെ യൂസസ് നമുക്ക് പറഞ്ഞു പോയേ പറ്റൂ. സോ UTI യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻസിൽ നമുക്ക് ഉപയോഗിക്കാം. ദിസ് ക്യാൻ ബി യൂസ്. പക്ഷേ നമ്മൾ എപ്പോഴും ഇവിടെ ഇപ്പോൾ ഫ്ലൂറോക്വിനലോൺസ് ആണ് പ്രിഫർ ചെയ്യുക. ഫ്ലൂറോക്വിനലോൺ കൊടുക്കാൻ പറ്റാത്ത ആളുകളിലൊക്കെ നമുക്ക് വി ക്യാൻ യൂസ് ദിസ് അമോക്സിലിൻ, ആംബിസിലിൻ പോലെയുള്ളവ യൂസ് ചെയ്യാം. ദെൻ റെസ്പിറേറ്ററി ട്രാക്ക് ഇൻഫെക്ഷൻസിന് ഓൾറെഡി ഞാൻ പറഞ്ഞു അമോക്സിസിലിനാണ് കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത്. മെനിഞ്ചൈറ്റിസ് മെനിഞ്ചൈറ്റിസിലാണെങ്കിൽ നമ്മൾ സെഫാലോസ്പോറിനായിരിക്കും, പ്രത്യേകിച്ച് 3rd gen സെഫാലോസ്പോറിനായിരിക്കും നമ്മൾ ഇപ്പോൾ കൂടുതൽ പ്രിഫർ ചെയ്യുക. ഗൊണേറിയ ആണെങ്കിൽ ഗൊണേറിയയിൽ നമുക്ക് സിംഗിൾ ഡോസ്, ഒറ്റ ഡോസ് ആംബിസിലിൻ മതി, ഒരു 3.5 ഗ്രാം പ്ലസ് അതിൻ്റെ കൂടെ പ്രൊബൻസിഡും കൂടി കൊടുത്താൽ ഓക്കെയാണ്. ടൈഫോയിഡ് ആണെങ്കിലോ, ടൈഫോയിഡിൽ ഇപ്പോൾ ഇതിന്റെ ഉപയോഗം കുറവാണ്. ഷിജല്ലയിൽ നമ്മളിപ്പോൾ ഓൾറെഡി ക്വിനലോൺസ് ആണ് കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത്, ഇത് അധികം ഉപയോഗിക്കുന്നില്ല. കോളിസിസ്റ്റൈറ്റിസ് എന്ന് പറയുമ്പോൾ ബൈൽ അല്ലെ, ആംബിസിലിൻ നല്ല കോൺസെൻട്രേഷൻ ലിവറിനകത്ത് ബൈലിനകത്ത് എത്തുന്നതുകൊണ്ട് ആംബിസിലിൻ ക്യാൻ ബി യൂസ്ഡ്. ആംബിസിലിൻ നമുക്ക് അവിടെ കൊടുക്കാം. ദെൻ സബ് അക്യൂട്ട് ബാക്ടീരിയൽ എൻഡോകാർഡൈറ്റിസ്, ആ കണ്ടീഷൻസിൽ നമുക്ക് ഉപയോഗിക്കാം. എച്ച് പൈലോറിയിൽ രണ്ടും കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞു. എച്ച് പൈലോറി എന്ന് വെച്ചാൽ അൾസർ, എച്ച് പൈലോറി അൾസർ ആണെങ്കിൽ അമോക്സിസിലിനാണ് നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. ആംബിസിലിനും കൊടുത്തുകൂടായികയൊന്നുമില്ല. ആംബിസിലിൻ ക്യാൻ ഓൾസോ ബി ഗിവൺ. അമോക്സിലിൻ മാത്രമല്ല നമ്മൾ കൊടുക്കുക, ചിലപ്പോൾ മെട്രോണിഡസോൾ ഉണ്ടാകും, അതിൻ്റെ കൂടെ ചിലപ്പോൾ ടെട്രാസൈക്ലിൻ അല്ലെങ്കിൽ ക്ലിൻഡാമൈസിൻ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള മാക്രോലൈറ്റ്സ് പ്ലസ് അതിൻ്റെ കൂടെ പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റർ, ഒമിപ്രസോൾ പോലെയുള്ള മരുന്നുകൾ കൂടി ചേർത്തിട്ടായിരിക്കും കൊടുക്കുക. കോമ്പിനേഷൻ തെറാപ്പിയാണ്. ഇനി നമുക്ക് കൊടുക്കാവുന്നത് അക്യൂട്ട് നെക്രോട്ടൈസിങ് അൾസറേറ്റീവ് ജിഞ്ചിവൈറ്റിസ്. പേര് കേട്ട് പേടിക്കണ്ട. ജിഞ്ചിവൈറ്റിസ് എന്ന് വെച്ചാൽ മോണപഴുപ്പിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുക. അമോക്സിലിൻ കൊടുക്കാം, ആംബിസിലിൻ കൊടുക്കാം, ഓർ അതിൻ്റെ കൂടെ നമ്മൾ എന്തായാലും മെട്രോണിഡസോൾ കൂടി കൊടുക്കുക. അനൈറോബിക് ഇൻഫെക്ഷൻസിനൊക്കെ മെട്രോണിഡസോൾ ആണ് നമ്മൾ പ്രിഫർ ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ യൂസസ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അഡ്വേഴ്സ് എഫക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് വയറിളക്കമാണ്. സോ ഡയേറിയ ഉണ്ടാക്കാൻ കൂടുതൽ ചാൻസ് ആംബിക്കാണ്, ആംബി കൂടുതലുണ്ടാക്കും. അമോക്സിലിൻ അത്രയും പ്രശ്നം ഇല്ല. അലർജി ഉണ്ടാക്കുമെന്ന് വെച്ചാൽ സെയിം ലൈക്ക് പെൻസിലിൻസ്, ഏത് പെൻസിലിനെ പോലെയും പെൻസിലിൻസിന് മൊത്തമുള്ള അലർജി ചാൻസ് ഇതിനുണ്ട്. ദെൻ റാഷസിനെ പറ്റി പറഞ്ഞാൽ എസ്പെഷ്യലി എയ്ഡ്സ് ഒക്കെ ഉള്ള ആൾക്കാരിൽ
റാഷസ് കൂടുതലായിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. രണ്ടും സേഫ് ആണ്, പ്രഗ്നൻസിയിൽ സേഫ് ആണ്, കൊടുക്കാം. ദെൻ എവിടെയാണ് കോൺട്രാ ഇൻഡിക്കേറ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്സ്റ്റീൻ ബാർ വൈറസ് ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ സിവിയർ ഹൈപ്പർ സെൻസിറ്റിവിറ്റി കൂടുന്നുണ്ട്, സോ കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ്. ദെൻ ആംബിസിലിൻ ആണെങ്കിൽ നമ്മൾ ബീറ്റാ ലാക്ടമേസ് ഇൻഹിബിറ്റർ ആണെങ്കിൽ സാധാരണ സൾബാക്ടമായിട്ടായിരിക്കും കമ്പൈൻ ചെയ്യുക. അമോക്സിലിൻ ആണെങ്കിൽ നമ്മൾ കമ്പൈൻ ചെയ്യുക ക്ലാവു ലാനിക് ആസിഡ് ആയിട്ടായിരിക്കും കമ്പൈൻ ചെയ്യുക. ഈ കോമ്പിനേഷനൊക്കെ പറ്റി നമ്മൾ ബീറ്റാ ലാക്ടമേസ് ഇൻഹിബിറ്റേഴ്സ് എന്ന വീഡിയോ നമുക്ക് സംസാരിക്കും. സോ എക്സ്റ്റൻഡഡ് സ്പെക്ട്രം പെനിസിലിൻസ് ESPയിൽ നമ്മൾ അമിനോ പെൻസിലിൻസിനെ കുറിച്ച് പറഞ്ഞു. സോ അപ്പൊ ഇനി നമുക്ക് പറയാനുള്ളത് കാർബോക്സി പെൻസിലിൻ ആണ്. കാർബോക്സി പെനിസിലിൻ ആണ് നമുക്ക് രണ്ടാമത്തെ ഗ്രൂപ്പ്. അതിനകത്ത് അതിൽ ഏറ്റവും ഫേമസ് ആയിട്ട് അല്ലെങ്കിൽ ഉള്ള 3 ഡ്രഗ് ആണ്. വൺ ഈസ് കാർബെനിസിലിൻ ഉണ്ട്, കാർബെനിസിലിൻ. ദെൻ ടിക്കാർസിലിൻ ഉണ്ട്. ദെൻ ടെമോസിലിൻ. സോ ഇതെല്ലാം സിലിൻസിലാണ് അവസാനിക്കുക. ആൻഡ് ഇവിടെ പ്രത്യേകത അമിനോ പെൻസിലിൻസ് ആക്ട് ചെയ്യുന്ന എല്ലാത്തിലും മിക്കവാറും എല്ലാ ബാക്ടീരിയക്കെതിരും ഇവയ്ക്ക് പ്രവർത്തനമാണ്. സോ ഈ പ്രവർത്തനം പ്ലസ് ആണ് നമ്മൾ പറയാം. അഡീഷണലി ഇറ്റ് ഹാസ് ഗോട്ട് ആക്ഷൻ അഗൈൻസ്റ്റ് സ്യൂഡോമോണാസ് ഒറിജിനോസൈൽക്കെതിരെ കൂടി ആക്ഷൻ ഉണ്ട്. ആൻഡ് ഓൾസോ സം ഇൻഡോൾ പോസിറ്റീവ് പ്രോട്ടിയസ് അതിനെതിരെ കൂടി ആക്ഷൻ ഉണ്ട്. സോ പ്രധാനമായിട്ട് അപ്പോൾ നമ്മൾ ആന്റി സ്യൂഡോമോണൽ പെനിസിലിൻസ് എന്ന് പറഞ്ഞിട്ടാണ് ഇവയെ നമ്മൾ കൊണ്ടുവന്നത്, ആന്റി സ്യൂഡോമോണൽ പെനിസിലിൻ. സോ ഇവ തൊട്ട് രണ്ടാമത്തെ തൊട്ട് ആന്റി സ്യൂഡോമോണൽ പെനിസിലിൻസ് എന്നാണ്. ഓക്കെ. ആൻഡ് അപ്പോഴത്തേക്കും ചിലതിനെതിരൊക്കെ ആക്ഷൻ പോയി. അത് ഏതിനെതിരെയാണെന്ന് ചോദിച്ചാൽ സാൽമോണല്ലക്കെതിരെയുള്ള ആക്ഷൻ പോയി, ഈക്കോളയ്ക്കുള്ള ആക്ഷൻ പോയി, എൻറ്ററോബാക്ടർ ഇവയ്ക്കുള്ള ആക്ഷൻസ് കുറെ കുറവാണ് എന്ന് കൂടി മനസ്സിലാക്കുക. പ്രവർത്തനം കുറവാണ്. ആൻഡ് ദിസ് കാർബനിസിലിൻ പെനിസിലിനൈസ് റെസിസ്റ്റന്റും അല്ല എന്ന് കൂടി മനസ്സിലാക്കുക. സോ കാർബനിസിലിൻ അപ്പോൾ കാര്യമായിട്ട് ഉപയോഗം ഇപ്പോഴില്ല. ഓർലി അപ്പോൾ കൊടുക്കാനും കൂടി പറ്റില്ല. സോ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഉപയോഗിക്കുന്നത് ഇതാണ് ടിക്കാർസിലിൻ ആണ്. ടിക്കാർസിലിൻ ആണ് നമ്മളിപ്പോൾ ഏറ്റവും അധികം ഉപയോഗിക്കുന്നത്. US-ലൊന്നും ഇതും അവൈലബിൾ അല്ല ഇപ്പോൾ. സോ ഇത് ബീറ്റാ ലാക്ടമേസ് ഇൻഹിബിറ്റർ ക്ലാവിലൂണിക് ആസിഡിനൊപ്പം നമുക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റും. ആൻഡ് സ്യൂഡോമോണാസിനെതിരെ ഉപയോഗിക്കുകയാണെങ്കിൽ പ്ലസ് അമിനോ ഗ്ലൈക്കോസൈഡ് ആയിട്ടുള്ള ജെൻഡാമിസിനൊപ്പം ചേർത്ത് വേണം നമുക്ക് ഉപയോഗിക്കുക. സോ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തന്നെ അപ്പോൾ ഈ ഗ്രൂപ്പ് ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തന്നെ സാധാരണ ഇപ്പോൾ ഉപയോഗിക്കുക UTIയിൽ പ്രോട്ടിയസിനെതിരെ മാത്രമാണ്. അപ്പൊ സ്യൂഡോമോണാസിന് കൊടുക്കാൻ ഏത് പെനിസിലിൻ ആണ് ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുതിയ ഗ്രൂപ്പാണ്. അതിന്റെ പേരാണ് യൂറിഡോപെൻസിലിൻസ് ആണ് നമ്മളിപ്പോൾ സ്യൂഡോമോണാസിനെതിരെ ഉപയോഗിക്കുന്നത്. ആൻഡ് അതിൽ ഏറ്റവും ഫേമസ് മരുന്ന് പിപ്പെരാസിലിൻ ആണ്. പിപ്പെരാസിലിൻ എന്ന് പറയുന്ന മരുന്നാണ് ദ മോസ്റ്റ് ഫേമസ്. സോ ഇത് ബീറ്റാ ലാക്ടമേസ് ഇൻഹിബിറ്റർ ആയിട്ടുള്ള ടാസോബാക്ടത്തും കൂടി ചേർത്തിട്ടാണ്. സോ ബീറ്റാ ലാക്ടമേസ് ഇൻഹിബിറ്റർ അത് നമ്മൾ പറയും അടുത്ത വീഡിയോയിൽ. നമ്മൾ ബീറ്റാ ലാക്ടമേസ് ഇൻഹിബിറ്ററിനെ പറ്റിയും പറയും. സോ ടാസോബാക്ടമായിട്ട് ചേർത്തിട്ടാണ് കൊടുക്കുക. സോ വിച്ച് ഈസ് ദ മോസ്റ്റ് ബ്രോഡസ്റ്റ് ആന്റി ബാക്ടീരിയൽ സ്പെക്ട്രം പെനിസിലിൻ ഗ്രൂപ്പിൽ ഏറ്റവും ബ്രോഡസ്റ്റ് സ്പെക്ട്രം ഏതാണെന്ന് ചോദിച്ചാൽ അതിന്റെ പേര് പിപ്പെരാസിലിൻ എന്നാണ്. ആൻഡ് ഓൺലി IV മാത്രമായിട്ടാണ് നമ്മൾ കൊടുക്കുക. സോ ഇത് കൊടുക്കുന്നത് ആന്റി സ്യൂഡോമോണൽ ആണ്. ആന്റി പ്ലസ് അതിനൊപ്പം ക്ലെപ്സില്ലക്കെതിരെയും കൊടുക്കും. സോ ഈ രണ്ട് ഇൻഫെക്ഷന് വേണ്ടിയിട്ടുള്ളതാണ് ഇതിന്റെ പ്രത്യേകമായിട്ടുള്ള അഡീഷണൽ സ്പെക്ട്രം ആണ്. സോ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുക്കുക. സോ അപ്പൊ നമ്മൾ എല്ലാ കേസിലും കയറി കൊടുക്കുകയല്ല. വെരി സീരിയസ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് സ്യൂഡോമോണാസ് അതിനെതിരെ നമ്മൾ കൊടുക്കും. ദെൻ സ്യൂഡോമോണാസ് ഇൻ ന്യൂട്രോപീനിയ അങ്ങനെയുള്ള കണ്ടീഷൻ. ദെൻ ഗ്രാം നെഗറ്റീവ് ഓർഗാനിസംസ് വഴി ഉണ്ടാവുന്നതിൽ ഉപയോഗിക്കും. ദെൻ എൻഡോകോക്കസ് ഫിക്കാലിസ്, ബാക്ടീരിയസ് ഫ്രജൈലിസ് അതിനൊക്കെതിരായിട്ട് ഉപയോഗമുണ്ട്. സോ അതുകൊണ്ട് മിക്സഡ് ആയിട്ടുള്ള ഇൻട്രാ അബ്ഡോമിനൽ ഇൻഫെക്ഷൻസ് നമ്മൾ ഉപയോഗിക്കാം. ദെൻ ഹോസ്പിറ്റൽ അക്യൂർഡ് അല്ലെങ്കിൽ നമ്മൾ സാധാരണ അതിനെ വിളിക്കുക നോസോകോമിയൽ എന്നാണ്. നോസോകോമിയൽ ഇൻഫെക്ഷൻസിനെതിരെ ഉപയോഗിക്കും. വെരി ഇമ്പോർട്ടന്റ് ഡ്രഗ് ആണ് പിപ്പെരാസിലിൻ. ദെൻ അവയ്ക്ക് ബാക്ടീരിയമിയാസ്, ന്യൂമോണിയാസ്, ദെൻ ബേൺ ഇൻഫെക്ഷൻസ്, റെസിസ്റ്റന്റ് യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻസ് എല്ലാത്തിലും നമുക്ക് ഉപയോഗിക്കാവുന്ന. സോ നമ്മുടെ കയ്യിലുള്ള പെനിസിലിൻസിലെ ലാസ്റ്റ് റിസോർട്ട് ഓഫ് ഡ്രഗ് ഈസ് നൗ പിപ്പെരാസിലിൻ ആണെന്ന് മനസ്സിലാക്കുക. പെനിസിലിൻ നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ ഇതായിരിക്കും നമ്മൾ പോവുക. ആൻഡ് കിഡ്നി പ്രോബ്ലം ഉണ്ടെങ്കിൽ, റീനൽ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഡോസ് കുറയ്ക്കേണ്ടി വരും. ഡോസ് അഡ്ജസ്റ്റ്മെന്റ് വേണ്ടി വരും. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പെനിസിലിൻസ്, രണ്ടാമത്തെ സെമി സിന്തറ്റിക് പെനിസിലിൻസിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. സോ നമ്മൾ ആദ്യം ആസിഡ് റെസിസ്റ്റന്റ് പെനിസിലിനെ കുറിച്ച് പറഞ്ഞു, പിന്നെ എക്സ്റ്റൻഡഡ് സ്പെക്ട്രം പെനിസിലിനെ കുറിച്ച് പറഞ്ഞു. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.